ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് CCTV വിഷ്വൽസ് എല്ലാം പരിശോധിക്കുന്ന കാർത്തിയെയും മറ്റുള്ളവരെയുമാണ്. അതേസമയം ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. നന്ദിനി മൈഥിലിയെ നോക്കുമ്പോൾ മൈഥിലിയുടെ മുഖത്തെ പതർച്ച കാണുകയാണ്. അങ്ങനെ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ വൈശാഖ് മീനാക്ഷിയെ എടുത്തുകൊണ്ട് ജനറേറ്റർ റൂമിലേക്ക് പോകുന്നത് എല്ലാവരും കാണുകയാണ്. പെട്ടെന്ന് തന്നെ കാർത്തി തൻ്റെ സംഘത്തെയും കൂട്ടി ജനറേറ്റർ റൂമിലേക്ക് പോകുന്നു. ഇത് കാണുന്ന മൈഥിലി കുഞ്ഞിനെ നന്ദിനിയെ ഏൽപ്പിക്കുകയാണ്. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് മൈഥിലി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. തുടർന്ന് വൈശാഖിനെ വിളിക്കുന്നുണ്ടെങ്കിലും വൈശാഖ് കോൾ എടുക്കുന്നില്ല. എന്താണെങ്കിലും ഒരു മെസ്സേജ് അയച്ചിടാം, അവനെ പിടിച്ചാൽ അതോടെ എൻ്റെ കാര്യത്തിലും തീരുമാനമാകും എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ്. മൈഥിലി അയച്ച മെസ്സേജ് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ്. തുടർന്ന് മീനാക്ഷിയുടെ കരണം പുകച്ച് ഒന്നുകൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് വൈശാഖ്. പിന്നീട് കാണിക്കുന്നത് ജനറേറ്റർ റൂമിലേക്ക് വരുന്ന കാർത്തിയെയാണ്. അതേസമയം വൈശാഖ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുകയാണ്. മീനാക്ഷി എന്ന് കാർത്തി വിളിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന മീനാക്ഷി കാർത്തിയെ നോക്കി പൊട്ടിക്കരയുകയാണ്. എത്രയും പെട്ടെന്ന് മേഡത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് മാനേജർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നതാണ്. ഒന്ന് പേടിച്ചു പോയതിൻ്റെയാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ നഴ്സ് വന്ന് മീനാക്ഷിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നന്ദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് വരുമ്പോൾ മീനാക്ഷി നന്ദിനിയെ സമാധാനപ്പെടുത്തുന്നു. അമ്മ കരയാതെ, അമ്മ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അമ്മ പ്രാർത്ഥിച്ച ഭഗവാന്മാരെ തന്നെയാ എന്നെ രക്ഷപ്പെടുത്തിയത്. ഇത് കേൾക്കുന്ന നന്ദിനി മൈഥിലിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ എന്താണെങ്കിലും ആരൊക്കെയുണ്ട്, അവരെ ഉടൻ തന്നെ കണ്ടെത്തണം. ഇത് കേൾക്കുന്ന മൈഥിലി പേടിയോടെ നന്ദിനിയെ നോക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മറ്റുമൊക്കെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ചെമ്പകമംഗലത്തേക്ക് പോകാനായി ഇറങ്ങുന്നതാണ്. അതേസമയം എത്രയും പെട്ടെന്ന് ഈ കേസ് അന്വേഷണം ആരംഭിക്കണമെന്നും പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും കാർത്തി പറയുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി പേടിയോടെ അവരേക്ക് നോക്കുകയാണ്. തുടർന്ന് CI പറയുകയാണ്, അവൻ എന്താണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആയ ഒരു ക്രിമിനൽ തന്നെയാ. ഇതെല്ലാം അവൻ പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ടല്ലേ നമ്മൾ പോലും മേഡത്തിനെ കണ്ടെത്താൻ ഇത്ര വൈകിയത്. ഇത് കേൾക്കുന്ന മൈഥിലി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, കാർത്തിക് വലിയ ബുദ്ധിമാനാണെങ്കിൽ എൻ്റെ വൈശാഖ് അതിലും വലിയ ബുദ്ധിമാനാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നന്ദിനി പെട്ടെന്ന് തന്നെ മൈഥിലിയെ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. ഇന്നലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കെന്തോ കള്ളത്തരം പോലെ ഉണ്ടല്ലോ. അത് സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദേവമ്മ എന്നെ നോക്കുന്നത് കൊണ്ടാണ് തോന്നുന്നതെന്ന് മൈഥിലി പറയുമ്പോൾ, നീ ഒരുപാട് പ്രാവശ്യം വാഷ്റൂമിൽ പോയായിരുന്നല്ലോ, അതെന്തിനാണെന്ന് നന്ദിനി ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ മീനാക്ഷിയെ കാണാത്തത് കൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ പഴി ചുമത്തുമെന്ന് എനിക്കറിയായിരുന്നു. അതിൻ്റെ പേടിയില്ല ഞാൻ വാഷ്റൂമിൽ പോയത്. എനിക്കൊരു സംശയം കൂടിയുണ്ട്, നിന്റെ കയ്യിൽ 2 മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല ദേവമ്മേ, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ, കുഞ്ഞിനെ തരാനായി റൂമിലേക്ക് വന്നപ്പോൾ 2 ചാർജ് ഞാനവിടെ ശ്രദ്ധിച്ചിരുന്നു. ഇത് കേൾക്കുന്ന മൈഥിലി ഞെട്ടലോടെ ദേവമ്മയെ നോക്കുന്നു. അത് പിന്നെ ദേവമ്മേ, പഴയവരാരെങ്കിലും മറന്നു പോയതായിരിക്കും, അതെന്താണെങ്കിലും എൻ്റെ ചാർജറല്ല. തുടർന്ന് നന്ദിനി പറയുകയാണ്, നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. മറ്റൊരു കാര്യം കൂടി, എന്താണെങ്കിലും നിന്റെ മരണം അത് സ്വാഭാവിക മരണം അല്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടുന്ന് പോകുമ്പോൾ മൈഥിലി പറയുകയാണ്, എത്രയും പെട്ടെന്ന് ആ 2ാമത്തെ ഫോൺ വലിച്ചെറിഞ്ഞ് കളയണം. ഇവൾ പറഞ്ഞതെല്ലാം എന്താണെങ്കിലും കള്ളത്തരമാണ്. എത്രയും പെട്ടെന്ന് സത്യം കണ്ടുപിടിക്കണമെന്ന് നന്ദിനി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. മീനാക്ഷി എല്ലാവരും താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സാവിത്രിയും രാജലക്ഷ്മി അമ്മയും കൈമളും. എന്താ എൻ്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശിയെന്ന് മീനാക്ഷി പറയുന്നു. എന്താ മോനെ, എന്താ ഉണ്ടായതെന്ന് ജയറാമനോട് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ എല്ലാം കാർത്തി പറയുമെന്ന് ജയറാമൻ പറയുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം കാർത്തി പറയുമ്പോൾ സാവിത്രി പറയുകയാണ്, ഇവളെയും കൂടെ കൊണ്ടുപോയപ്പോൾ ഞാൻ കരുതിയതേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഇവൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. എനിക്ക് തോന്നുന്നത് ഇവളിപ്പോഴും ഈ മാലതി ഡാങ്ങളെയുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെന്നാ. മിക്കവാറും ഇവള് അവന് ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു വരുത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി ഞെട്ടലോടെ സാവിത്രിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.